ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സജ്ജി റൈസിലേക്ക് സ്വാഗതം. തനി നാടൻ ഉണ്ണിയപ്പം ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ബേക്കിംഗ് പൗഡറൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അരി കുതിർക്കാതെ അരയ്ക്കാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പൊടിച്ചെടുത്ത ശർക്കര 1 കപ്പ് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി നമുക്ക് കുഴിയുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ എടുത്താൽ മതിയാകും, പുട്ടുപൊടി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദ കൂടി ചേർക്കുന്നുണ്ട്. 5 ഏലക്കയുടെ കുരുവും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് 3 പാളയംകോടൻ പഴം മുറിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കാതെയാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടോടെ തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. റൈസ് പൗഡറും മൈദയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ശർക്കരപ്പാനി ചൂടോടെ ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഞാനിതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ അരച്ചു വെച്ച പഴം, പഞ്ചസാര, ഏലക്ക മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഇപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് ലൂസാവാൻ വേണ്ടി 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 6 മുതൽ 8 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചൂട് സീസൺ ആണെങ്കിൽ നമുക്ക് 4 മണിക്കൂർ കഴിയുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ തണുപ്പ് സീസൺ ആയതുകൊണ്ടാണ് കുറച്ച് സമയം വെച്ചിരിക്കുന്നത്. 6 മണിക്കൂർ കഴിഞ്ഞ് മാവ് ഇപ്പോൾ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ചൂടായ ഉണ്ണിയപ്പക്കരയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുഴികളിൽ പകുതി എണ്ണ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മാവ് കോരി ഒഴിക്കുമ്പോൾ എണ്ണ പുറത്തേക്ക് തൂവിപ്പോവാൻ സാധ്യതയുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് മാവ് ഇതിലേക്ക് കുറേശ്ശെ കോരി ഒഴിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. നല്ലതുപോലെ മൊരിഞ്ഞു വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം.